മാതാവിനും ദേവകുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് ലിയ ജോസഫ്. ഞാൻ വരാപ്പുഴ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 18/12/2022 ഞാൻ ആദ്യമായിട്ട് കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നത് എൻ്റെ അമ്മയിലൂടെയാണ്. എൻ്റെ അമ്മയാണ് ആദ്യം ഇവിടെ ഉടമ്പടി എടുത്തിരുന്നത്. ആ സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു BCom ഗ്രാജുവേറ്റാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ കെയർ അസിസ്റ്റൻറ്റ് PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇവിടെ വന്ന് അമ്മച്ചി പറഞ്ഞു, ഇവിടെ വന്ന് മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിലും എനിക്ക് എക്സാമൊന്നും പാസ്സാവാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിലും തോന്നി, എനിക്ക് വേണ്ടി എൻ്റെ അമ്മച്ചി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ഞാനും പ്രാർത്ഥിക്കണം. എന്നിലും എന്തെങ്കിലുമൊക്കെ എന്നെ ദൈവത്തിനെ വിശദീകരിക്കാനുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം എനിക്ക് അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോകുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് PSC എക്സാമൊന്നും കിട്ടാതെ വന്നപ്പോൾ ഞാൻ ഒത്തിരി നിരാശയിലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫീൽഡ് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ദിവസം എൻ്റെ ചേച്ചി പറഞ്ഞു, ഒത്തിരി പേര് ജോലി തേടി വിദേശത്ത് പോകുന്നുണ്ട്, നിനക്കെന്നാൽ വിദേശത്തേക്ക് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വിദേശത്തേക്ക് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിദേശത്ത് ജോലി ലഭിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് UK പോലെയുള്ള കൺട്രീസിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റുഡൻറ്റ് വിസ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തു. IELTS എഴുതാൻ തുടങ്ങി. 3 തവണ ഞാൻ IELTS എഴുതി. ഈ IELTS എഴുതുന്നതിന് മുൻപ് 18/12/2022 ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്തു, തീർത്ഥാടന ഉടമ്പടി എടുത്തു. അങ്ങനെ ആദ്യത്തെ 2 എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി നന്നായിട്ട് ഉഴപ്പി. കൃത്യമായിട്ട് നിബന്ധനകളൊന്നും പാലിച്ചിരുന്നില്ല. അങ്ങനെ 2 എക്സാമും കിട്ടാതെ ആയപ്പോൾ വീണ്ടും എനിക്കാകെ ഡിപ്രഷനായി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഉടമ്പടിയിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന്. അപ്പം ഞാൻ ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി, എവിടെയാണ് എൻ്റെ ഫോൾട്ട് എന്നുള്ളത്. പിന്നെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്,